യമനിൽ വധശിക്ഷ കാത്തുകഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. യമനിലെ സൂഫി വര്യൻ ഉമറുബ്നുൽ ഹഫീൽ യമൻ പൗരന്റെ ബന്ധുക്കളുമായി മധ്യസ്ഥ ചർച്ച നടത്തിയിട്ടുണ്ട്. ചർച്ച വിജയിച്ചാൽ രേഖകൾ തയ്യാറാക്കി ഉടൻ കോടതിയെ ബന്ധപ്പെടും. ദിയാദനം ആവശ്യപ്പെട്ടാൽ അബ്ദുറഹീം ട്രസ്റ്റ് വേണ്ട ഇടപെടൽ നടത്തുമെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുകയാണ്. ഇംതിയാസ്, കാന്തപുരം വരെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോ നീക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് ഇടപെടലാണ് നടത്താൻ സാധിക്കുന്നത്? അതായത് മറ്റൊരു തരത്തിലും കേന്ദ്രം വരെ ഇന്ന് നിസ്സഹായാവസ്ഥയിലാണ്, കോടതി വരെ നിസ്സഹായ അവസ്ഥയിലായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് യമനിൽ നമുക്ക് എംബസിയില്ല, നമുക്ക് ഇടപെടുന്നതിലൊക്കെ പ്രശ്നങ്ങൾക്കുണ്ട്. ഇപ്പോൾ എന്ത് നീക്കം നടത്താൻ സാധിക്കുന്നുണ്ട് ഇത്തരത്തിൽ നമ്മൾ അവിടെയുള്ള മത നേതാക്കളുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാകുമ്പോൾ? അക്ഷയ, തീർച്ചയായിട്ടും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ ഒരു പക്ഷേ പ്രതീക്ഷ നൽകുന്നത് എന്നാണ് അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അങ്ങനെയാണ് പറയുന്നത്. യമനിലെ സൂഫി വര്യനായിട്ടുള്ള ഈ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അവിടെ ഒരു അടിയന്തര യോഗം യമനിൽ ഇപ്പോൾ നടക്കുന്നു എന്ന വിവരം കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ യോഗത്തിൽ ഇപ്പോൾ ഹബീബ് ഉമറിന്റെ പ്രതിനിധിയായിട്ടുള്ള അബ്ദുറഹ്മാൻ അലി മഷൂർ, യമന്റെ ഭരണകൂട പ്രതിനിധികൾ, ജിനായത്ത് കോടതി സുപ്രീം ജഡ്ജി, അങ്ങനെ തുടങ്ങിയ ഈ സലാലിന്റെ സഹോദരൻ അടക്കമുള്ള ആളുകളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത് ദിയാദനം നൽകാം. ദിയാദനം നൽകിക്കഴിഞ്ഞാൽ ഈ കുടുംബത്തിന് ഈ നിമിഷപ്രിയക്ക് മാപ്പ് നൽകി അവരെ മോചിപ്പിക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒരു പക്ഷേ അത് ഇന്ന് വൈകിട്ടോട് കൂടിയൊക്കെ അതിലെന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ടോട് കൂടി ആ വിവരം അറിയാമെന്നും ഇപ്പോൾ ഓഫീസ് അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ശരിയായി കഴിഞ്ഞാൽ, മാപ്പ് നൽകാമെന്ന കാര്യങ്ങൾ ശരിയായി കഴിഞ്ഞാൽ അത് രേഖകളാക്കി മാറ്റണം. ആ രേഖകൾ കോടതിയിൽ സമർപ്പിക്കുകയും വേണം. എന്നാലാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നും അറിയുന്നുണ്ട്. ഇതിലിപ്പോൾ ചാണ്ടി ഉമ്മൻ, അതായത് ദിയാദനം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ചാണ്ടി ഉമ്മൻ ഈ നേരത്തെ നമ്മൾ അബ്ദുറഹീമിന് വേണ്ടിയിട്ട് കുറെ പണം സ്വരൂപിച്ചിരുന്നു. അതിൽ കുറച്ച് പണം ബാക്കിയുണ്ട്. ആ പണവും അതുപോലെ തന്നെ ബാക്കി ഏതെങ്കിലും തരത്തിൽ പണം ആവശ്യമുണ്ടെങ്കിൽ ആ പണമെല്ലാം സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് അബ്ദുറഹീമിന്റെ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെടാം, ട്രസ്റ്റിന് കത്ത് നൽകാമെന്ന് ചാണ്ടി ഉമ്മനും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ആ കത്ത് നൽകി ആ ദിയാദനം അടക്കം നമുക്ക് ശേഖരിക്കാമെന്ന ധാരണയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഈ ഹബീബ് ഉമറിന്റെ നേതൃത്വത്തിൽ യമനിൽ അടിയന്തര ചർച്ച നടക്കുന്നു, യോഗം നടക്കുന്നു. ഈ കുടുംബവുമായിട്ട് ഇടപെട്ട് മധ്യസ്ഥ ശ്രമങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട്. പ്രതീക്ഷ നൽകുന്ന വാർത്ത വരുമെന്ന് തന്നെയാണ് അവരും അറിയിക്കുന്നത്.